വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു സന്ദേശം പരിശുദ്ധ പിതാവ് തീർത്ഥാടന ദേവാലയ റെക്ടർമാർക്കും ജീവനക്കാർക്കും വേണ്ടി നടത്തപ്പെട്ട ഒരു ആഗോള സെമിനാറിൽ പങ്കെടുത്തവരോട് നടത്തിയ സന്ദേശമാണ്, അവരോട് പറഞ്ഞ കാര്യമാണ്. ലോകമെമ്പാടും തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര ക്രൈസ്തവ കത്തോലിക്ക ആധ്യാത്മികതയുടെ ഒരു അവിഭാജ്യമായ ഘടകം കൂടിയാണ്. അതുകൊണ്ടാണ് തീർത്ഥാടന കേന്ദ്രങ്ങളെ സഭ പ്രോത്സാഹിപ്പിക്കുന്നത്. മാർപ്പാപ്പ ഈ റെക്ടർമാരോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. ദൈവജനത്തിന് പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടാനും സാന്ത്വനിപ്പിക്കപ്പെടാനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഭാവിയെ അഭിമുഖീകരിക്കാനുമുള്ള സ്ഥലങ്ങളാണ് തീർത്ഥാടന ദേവാലയങ്ങളെന്ന് മാർപ്പാപ്പ പറയുകയായിരുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചുകൂടാനുള്ള വേദിയാണ്, സാന്ത്വനിപ്പിക്കപ്പെടാൻ നമുക്ക് ആശ്വാസം നേടാനുള്ള സ്ഥലമാണ്, ആത്മവിശ്വാസത്തോടെ കൂടുതൽ ശക്തമായി ഭാവിയെ അഭിമുഖീകരിക്കാനുള്ള സ്ഥലങ്ങൾ കൂടിയാണ് ഇത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഈ സെമിനാർ സംഘടിപ്പിച്ചത് വത്തിക്കാനിലെ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള ആ ഡിസ്കാസ്റ്ററിയാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നത് പ്രത്യേകം ഓർക്കണം. പിന്നെ നമുക്കറിയാം അതിൻ്റെ പ്രീഫെക്റ്റ് ആയിരിക്കുന്ന ആൾ ഫിസിക്കല്ല എന്ന് പറയുന്ന കർദിനാളാണ്. പോൾ ആറാമൻ്റെ നാമത്തിലുള്ള ഹോളിലാണ് ഇവർ ഒന്നിച്ചു കൂടിയത്. അവരോട് ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു പരിഭാഷയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മാർപ്പാപ്പ ഈ സെമിനാർ സംഘടിപ്പിച്ചവർക്കെല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തി. ഫിസിക്കല്ല കർദിനാളിനെ പ്രത്യേകം അനുമോദിച്ചു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്കും സ്വാന്തനത്തിനും കൂടുതൽ ഉറച്ച പ്രത്യാശയോടെ ഭാവിയെ ഉറ്റുനോക്കുന്നതിനുമുള്ള അവസരമാണ് ഈ ദേവാലയങ്ങളിൽ വരുമ്പോൾ സംഭവിക്കുന്നത് എന്ന് മാർപ്പാപ്പ ആമുഖമായി പറയുകയുണ്ടായി. നമുക്ക് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാം. ഒരു തീർത്ഥാടന ദേവാലയത്തിലേക്ക് വരുന്നത് മാർപ്പാപ്പ പറഞ്ഞു സർവോപരി പ്രാർത്ഥിക്കാനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. തീർത്ഥാടന ദേവാലയങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള സവിശേഷമായ സ്ഥലങ്ങളാണ് എന്ന കാര്യം മറക്കരുത് എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു. അത് ഈ സംഘാടകർ, ഇതിൻ്റെ റെക്ടർമാർ, അവിടെ പ്രവർത്തിക്കുന്നവർ എപ്പോഴും ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം തീർത്ഥാടകരെ സ്വീകരിക്കാനും കാര്യങ്ങൾ ഒരുക്കാനുമെന്നും മാർപ്പാപ്പ പറയുകയാണ്. ദിവ്യകാരുണ്യം എത്ര ശ്രദ്ധയോടെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നും അനുരഞ്ജന കൂദാശയ്ക്ക് കുമ്പസാരത്തിന് എത്ര ശ്രമം നടത്തുന്നുണ്ടെന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ മാർപ്പാപ്പ പറയുന്നു, ഒരു നിർദ്ദേശമെന്ന നിലയിൽ കുമ്പസാരത്തിനുള്ള വൈദികരെ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നല്ല വിവേചന ബുദ്ധിയോടെ ആയിരിക്കണം എന്ന് മാർപ്പാപ്പ ഈ റെക്ടർമാർ അതിൻ്റെ അധികാരികളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പിതാവിൻ്റെ കരുണയിൽ ആകൃഷ്ടരായി കുമ്പസാരക്കൂട്ടിൽ വരുന്നവർക്ക് പൂർണ്ണമായ അനുരഞ്ജനം അനുഭവിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാക്കുന്നവരായിരിക്കരുത് ഈ കുമ്പസാരത്തിനിരിക്കുന്നവർ എന്നും മാർപ്പാപ്പ പറഞ്ഞു. ഇത് മാർപ്പാപ്പ എപ്പോഴും പറയുന്നുണ്ട്. കുമ്പസാരത്തിന് വലിയ പ്രാധാന്യമാണ് മാർപ്പാപ്പ നൽകിയിട്ടുള്ളത്.
അദ്ദേഹം തന്നെ പരസ്യമായി കുമ്പസാരിച്ച് മാതൃകയും എല്ലാവർക്കും നൽകുന്നുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനാണ് അവർ വരുന്നത്. അത് അനുഭവിച്ചു വേണം ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോകാൻ. അതാണ് മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന കാര്യം. അനുരഞ്ജനത്തിൻ്റെ കൂദാശ എപ്പോഴും ക്ഷമിക്കുക എന്നാണ് അർത്ഥം. ക്ഷമിക്കുക, പ്രത്യേകിച്ച് തടസ്സങ്ങൾ കണ്ടെത്തുന്ന തീർത്ഥാടന ദേവാലയങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെയധികം ആളുകൾ ഒന്നിച്ചു കൂടുന്ന തീർത്ഥാടന സ്ഥലങ്ങളിൽ ഈ യഥാർത്ഥ അനുരഞ്ജനം സംഭവിക്കുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, തടസ്സങ്ങളുണ്ട്. നന്നായി കുമ്പസാരിക്കുന്നതിനുള്ള ഒരു സാഹചര്യ കുറവുമുണ്ട് എന്ന് പറയുകയാണ്. കാരണം ആളുകളുടെ ആധിക്യം കാരണം. എന്തെന്നാൽ അവർക്ക് അവരുടെ രീതി അനുസരിച്ച് ദൈവത്തിൻ്റെ കരുണ അതിസമൃദ്ധമായി ചൊരിയപ്പെടണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചൊരിയപ്പെടുമ്പോഴാണ് അവർ കരുണ അനുഭവിച്ച് സ്നേഹം അനുഭവിച്ച് തിരിച്ചു പോകുന്നത്. അങ്ങനെ വിശ്വാസികൾ അവരെ ശരിയായി മനസ്സിലാക്കുന്നു. ഇപ്പം കുമ്പസാരക്കാരൻ വിശ്വാസിയെ ശരിയായി മനസ്സിലാക്കുന്നവനാകണം. ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കേണ്ട പ്രത്യേക സ്ഥലങ്ങളാണ് എന്ന് കാര്യം മറന്ന് പ്രവർത്തിക്കാനും ഇടയാകരുത്. ആളുകൾക്കത് ബോധ്യപ്പെടണം. പിതാവ് ക്ഷമിക്കുന്നത് പോലെ അതുകൊണ്ട് കുമ്പസാരക്കാരൻ എപ്പോഴും ക്ഷമിക്കുക. മാർപ്പാപ്പ അത് ആവർത്തിച്ച് പറയാം, ക്ഷമിക്കുക. അതാണ് ലഭിക്കേണ്ടത് തീർത്ഥാടന ദേവാലയങ്ങളിൽ നിന്ന് എന്നതാണ് മാർപ്പാപ്പ അടിവരയിട്ട് പറയുന്നത്. നമ്മുടെ വിശ്വാസികളായ ആളുകളുടെ വിശ്വാസത്തെ എളുപ്പത്തിൽ സ്പർശിക്കുന്ന ചരിത്രമാണ് നമ്മുടെ തീർത്ഥാടന ദേവാലയങ്ങൾക്കുള്ളത് എന്ന് നമുക്കറിയാം. ആളുകളുടെ വിശ്വാസത്തെ എളുപ്പത്തിൽ സ്പർശിക്കുന്ന സ്ഥലങ്ങളാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ. അത് പരിപാലിക്കപ്പെടണം. പ്രാഥമികമായി ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ജപമാല പ്രാർത്ഥനയിലൂടെയാണ് അത് കൂടുതൽ സംഭവിക്കുക. ജപമാല പ്രാർത്ഥന വെറുതെ ചൊല്ലിവീടലല്ല. ഇതിവിടെ മാർപ്പാപ്പ പിന്നീട് പറയുന്നുണ്ട്. എന്താണ് കന്യകാമറിയത്തിൻ്റെയും ഈശോയുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ആ ധ്യാനമാണ് നമ്മളെ സഹായിക്കുന്നത് നവീകരിക്കപ്പെട്ട വ്യക്തികളായി സ്നേഹാനുഭവമുള്ളവരായി മാറാൻ. ആ രഹസ്യങ്ങളിൽ ആത്മീയമായി പ്രവേശിക്കാൻ, നമ്മുടെ രക്ഷാകര ചരിത്രത്തിൻ്റെ ജീവസുറ്റ ഭാഗമാണ് അത് എന്ന് അനുഭവിക്കാൻ, ദൈനംദിന ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ സ്വാദ് കൊണ്ടുവരുന്ന മധുരതരമായ ഒരു പ്രതിബദ്ധതയാണ് ഈ ധ്യാനമെന്നറിയാൻ ഒക്കെ ഇടയാകണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതാണ് പ്രധാനം. ജപമാല പ്രാർത്ഥന നമുക്കറിയാം, കത്തോലിക്കന് ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. ആർക്കും, പണ്ഡിതനും പാമരനും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. അതുവഴി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രക്ഷാകര ചരിത്രം നമുക്ക് അയവിറക്കാൻ ഇടയാകുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ജപമാല ചൊല്ലണമെന്ന് മാർപ്പാപ്പ പ്രോത്സാഹിപ്പിക്കുകയാണ്. തീർത്ഥാടന ദേവാലയങ്ങളിൽ ആരാധനയ്ക്ക് പ്രത്യേക ശ്രദ്ധ വയ്ക്കണമെന്നതും പ്രധാനപ്പെട്ട കാര്യമായി മാർപ്പാപ്പ ഈ റെക്ടർമാരോട് പറഞ്ഞു. ആരാധനയുടെ എന്തോ ഒരു അറിവ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ ദുഃഖത്തോടെ പറയുകയാണ്. അത് നാം വീണ്ടെടുക്കണം. ആരാധനയുടെ ഭാവം വീണ്ടെടുക്കാൻ പറ്റിയ സ്ഥലവും വേദിയുമാണ് നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, തീർത്ഥാടന ദേവാലയങ്ങൾ, വലിയ ദേവാലയങ്ങൾ. നമ്മുടെ ദേവാലയങ്ങളുടെ ചുറ്റുപാടുകളും അന്തരീക്ഷവും എല്ലായ്പ്പോഴും ആളുകളെ ആരാധനയ്ക്കായി ഒത്തുകൂടാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം എന്നില്ല. ഇപ്പോൾ വലിയ ആൾക്കൂട്ടം കൂടുന്നിടത്ത് വലിയ ബഹളങ്ങളും ഒച്ചപ്പാടുകളും കച്ചവടങ്ങളും ഒക്കെയായി മാറാറുണ്ട് എന്നതാണ് മാർപ്പാപ്പയുടെ മനസ്സിലുള്ള ചിന്ത. തീർത്ഥാടകരെ പ്രേരിപ്പിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിശബ്ദതയെ പുൽകാൻ അത് എളുപ്പമല്ലെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്.
വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദൃഷ്ടി പതിപ്പിക്കുക എന്നാണ് നിശബ്ദതയിലേക്ക് കടക്കുക എന്നാൽ അർത്ഥമെന്നും മാർപ്പാപ്പ പറയുകയാണ്. അതിന് പ്രോത്സാഹനം കൊണ്ട് വലിയ ബഹളത്തിന്, ഒച്ചപ്പാടുകൾക്ക് അതിൻ്റെ അന്തരീക്ഷം കാരണമാകരുത്. ഒരു ധ്യാനാത്മകത നിലനിർത്താൻ സഹായിക്കണം. ജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതല്ല ആരാധന എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മറിച്ച് എല്ലാത്തിനും അർത്ഥം നൽകുന്ന ഒരിടമാണ് ആരാധന. അതാണ് ദേവാലയത്തിൽ നടക്കേണ്ടത്, തീർത്ഥാടന സ്ഥലത്ത് നടക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന സമ്മാനം സ്വീകരിക്കാനും സാഹോദര്യത്തിൻ്റെ കരുണയിൽ അതിന് സാക്ഷ്യം വഹിക്കാനും കഴിയണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ ആ സ്നേഹം അത് സമ്മാനമായി സ്വീകരിക്കാൻ തീർത്ഥാടന ദേവാലയങ്ങളിലൂടെ സാധിക്കണം. അത് സാഹോദര്യത്തിൻ്റെ കരുണയിൽ, എല്ലാവരുടെയും പരസ്പരമുള്ള കരുണയിലും സ്നേഹത്തിലും അനുഭവിക്കാനും കഴിയണം. അതിനാൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, തീർത്ഥാടന സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ ആരാധനയുടെ പ്രാർത്ഥന ശീലമാക്കിയിട്ടുണ്ടോ? അതിന് നാം കൊടുക്കുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. തീർത്ഥാടന സ്ഥലങ്ങൾ പ്രാർത്ഥനയുടെ സ്ഥലമാണ്, നിശബ്ദതയുടെ സ്ഥലമാണ്, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള സ്ഥലമാണ്, ആരാധനയുടെ സ്ഥലമാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് മാർപ്പാപ്പ ഊന്നൽ കൊടുക്കുന്നത് വരികയാണ്. സ്വാന്തനിപ്പിക്കപ്പെടാനും കൂടിയാണ് ഒരാൾ തീർത്ഥാടന ദേവാലയങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പോകുന്നത്, യാത്ര ചെയ്യുന്നത്. ആശ്വസിപ്പിക്കപ്പെടാനാണ്. സ്വാന്തനത്തിൻ്റെ രഹസ്യം അതാണ്. ശരീരത്തിലും ആത്മാവിലും ഒരു ഭാരം, ഒരു കഷ്ടത, ഒരു ക്ലേശം പേറുന്ന എത്ര പേർ അവിടേക്ക് പോകുന്നുണ്ട്. വരുന്ന ആളുകളെല്ലാം, തീർത്ഥാടനത്തിൽ വരുന്ന ഒട്ടനവധി ആളുകൾ തങ്ങളുടെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാനാണ്, തങ്ങളുടെ ക്ലേശങ്ങളിൽ ഒരു ആശ്വാസം നേടാനാണ് വരുന്നത്. നമുക്കറിയാം, ദേവാലയത്തിൽ വരുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ ആ അവസ്ഥ നമ്മൾ കാണുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. അതെന്തൊക്കെയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഏതാനും ഉദാഹരണങ്ങൾ. ഈ ക്ലേശങ്ങൾ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന എന്തൊക്കെയാണ്? പ്രിയപ്പെട്ട ഒരാളുടെ രോഗാവസ്ഥ, ഗൗരവമായ രോഗാവസ്ഥയിൽ നമുക്കറിയാം മനുഷ്യൻ ഏറ്റവും അധികം വിഷമിക്കുന്നു. ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ നമുക്ക് ബാധിക്കുമ്പോൾ, കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ വേർപാട്, മരണം വളരെ ദുഃഖകരമാണ്. അതിനെ അതിജീവിക്കാൻ നമ്മൾ വരുന്നത് അങ്ങോട്ടാണ്. ജീവിതത്തിലെ നിരവധി സാഹചര്യങ്ങൾ, അതുപോലെയുള്ള എത്രയോ സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങൾ, തങ്ങളുടെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടക്കാതെ പോകുന്നത്. അപ്പോൾ അത് പലപ്പോഴും ഒറ്റപ്പെടലിനും ദുഃഖത്തിനും കാരണമാകുന്നു എന്നത് സത്യമാണ്. മാർപ്പാപ്പ അത് പറയുകയാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മനുഷ്യൻ, സ്നേഹരാഹിത്യം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവയെല്ലാം അൾത്താരയിൽ വെച്ച് മറുപടിക്കായി കാത്തിരിക്കുക, അതാണ് ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാന്തനം കൊടുക്കാൻ ഈ തീർത്ഥാടന ദേവാലയങ്ങളുടെ അധികൃതർക്ക് സാധിക്കണം. ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. വെറും ഒരു അമൂർത്തമായ ഒരാശയമായി നിന്നാൽ പോരാ. വെറും വാക്കുകൾ കൊണ്ടുമല്ല അത് സാധിക്കേണ്ടത്, മറിച്ച് വേദനയും കഷ്ടപ്പാടും മനസ്സിലാക്കുന്ന ആർദ്രമായ സാമീപ്യവും അനുകമ്പയും ആണ് അവർക്ക് ലഭിക്കേണ്ടത്, നാം കൊടുക്കേണ്ടത്. അവരുടെ അടുക്കലായിരിക്കുക. കുമ്പസാരത്തിലൂടെയും നമുക്ക് സാധിക്കുന്നത് അതുതന്നെയാണ്. സാമീപ്യവും അനുകമ്പയും വേണം. അനുകമ്പയും ആർദ്രവുമായ സാമീപ്യവുമാണ് ഏറ്റവും പ്രധാനം. ഇതാണ് ദൈവത്തിൻ്റെ രീതി. ഇതും മാർപ്പാപ്പ എപ്പോഴും പറയും. നമ്മുടെ ദൈവത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ കാണാം, ദൈവം നമുക്ക് സമീപസ്ഥനാണ്. അവിടുന്ന് ആർദ്രമായ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം നമുക്ക് നൽകുന്നവനുമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയാണ് കർത്താവിനെ പറ്റി പറയാൻ. സാന്ത്വനിപ്പിക്കപ്പെടുക എന്നാൽ ദൈവത്തിൻ്റെ കരുണ അനുഭവവേദ്യമാക്കുക എന്നാണ് അർത്ഥം.
അതുകൊണ്ടാണ് അനുകമ്പയുടെ സേവനം നമ്മുടെ തീർത്ഥാടന ദേവാലയങ്ങളിൽ നിന്നും നഷ്ടപ്പെടരുത് എന്ന് ഞാൻ പറയുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, ഇത് നഷ്ടപ്പെടരുത് നമ്മുടെ ദേവാലയങ്ങളിൽ. നമ്മുടെ തിരക്ക് പിടിച്ച ഈ തീർത്ഥാടന ദേവാലയങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. തീർത്ഥാടന ദേവാലയങ്ങളെ പരിപാലിക്കുന്നവർ അപ്പസ്തോലന്മാരുടെ വാക്കുകൾ സ്വന്തം വാക്കുകളാക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്, അവരോട് പറയുകയാണ്. ഇത് പറയുന്ന റെക്ടർമാരോടാണെന്ന് നിങ്ങൾ വിചാരിക്കണം, ദേവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരോടാണ് പറയുന്നത്. അവിടെ മാർപ്പാപ്പ പറയും, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പൗലോസ്ലീഹായുടെ വാക്കുകളാണ്, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലാണ്, 1-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് തങ്ങളുടെ ആ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ ആ വാചകം ഒന്നുകൂടി വായിക്കുകയാണ്. ക്രിസ്ത്യാനികൾ പരസ്പരവും തീർത്ഥാടന ദേവാലയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ പ്രത്യേകവിധമായും ചെയ്യേണ്ട ഒരു ദൗത്യമാണിത്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനവുമാണിത്. ഞാനൊന്നുകൂടെ വായിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ ആശ്വാസം നേടുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞ് വയ്ക്കുന്നത്. ഇത് മനോഹരമാണ്. മാർപ്പാപ്പ പറയുകയാണ്, 3-4 തവണ ഈ പറയുന്ന 2 വരികളിൽ, 2 വാചകങ്ങളേ ഉള്ളൂ, വരികളിൽ ആശ്വാസം, ആശ്വസിപ്പിക്കുക എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട്. പൗലോസിൻ്റെ ഈ ലേഖനം അർത്ഥസമ്പുഷ്ടമാണ് എന്ന് പാപ്പ പറയുന്നു. എനിക്കുള്ളിടത്തോളം ആശ്വാസം വ്യക്തിപരമായി ഈശോയുടെ രക്ഷാകരമായ കഷ്ടപ്പാടുകളാൽ ആശ്വസിക്കുകയും അവനിൽ അഭയം കണ്ടെത്തുകയും ചെയ്താൽ എനിക്കും ഫലപ്രദമായ ഒരു അടയാളമാകാൻ സാധിക്കും എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അതിനാൽ മറക്കരുത്, നമ്മുടെ ചരിത്രത്തിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളതും മുഷിഞ്ഞതുമായ നിമിഷങ്ങളിൽ, ക്ലേശപൂർണമായ നിമിഷങ്ങളിൽ കർത്താവ് നമ്മെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം കണ്ടെത്തണം. നമ്മുടെ ഓരോരുത്തരുടെയും സ്വാന്തനിപ്പിക്കപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ ഓർക്കുന്നത്, അത് നമ്മൾ ഓർക്കുമ്പോൾ മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കും. ആശ്വസിപ്പിക്കുന്നതിൽ അതുല്യമായ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന അതുല്യയായ മറിയത്തിൻ്റെ മാതൃത്വത്തിൽ നിന്നും ഈ അനുഭവം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നും മാർപ്പാപ്പ പറയുകയാണ്. നമ്മൾ മരിയൻ തീർത്ഥാടനങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അവിടെ പോയി അമ്മയുടെ മുമ്പിൽ നമ്മുടെ വിഷമതകൾ ഇറക്കി വയ്ക്കുമ്പോൾ അമ്മ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആശ്വാസത്തിൻ്റെ മാതാവാണ്, ആശ്വസിപ്പിക്കുന്നവളാണ് അവൾ എന്ന കാര്യം. സ്വാന്തനവും കരുണയും നമ്മുടെ തീർത്ഥാടന ദേവാലയങ്ങളിൽ അതിനാൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിച്ചു. അവസാനമായി മാർപ്പാപ്പ മറ്റൊരാശയം കൂടി പറയുന്നുണ്ട്. ഭാവിയെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഈ ദേവാലയങ്ങളിൽ വരുന്നത്. ഒരാൾ തീർത്ഥാടന ദേവാലയങ്ങളിൽ പോകുന്നത് അതിനാണ്. തീർത്ഥാടനത്തിൻ്റെ ഭാവത്തിൽ തന്നെ അവർ അത് തേടുന്നുണ്ട്. സുരക്ഷിതമായ ഒരു ലക്ഷ്യസ്ഥാനം തേടി അവർ യാത്ര പുറപ്പെടുന്നു. അവർ പ്രാർത്ഥനയിലൂടെ പ്രത്യാശ ചോദിക്കുന്നു. കാരണം ലളിതവും എളിമയുള്ളതുമായ വിശ്വാസത്തിന് മാത്രമേ അവർ തേടുന്ന കൃപ നേടിക്കൊടുക്കാൻ കഴിയൂ എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ്. അവർ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നതിനാൽ വീട്ടിലേക്ക് മടങ്ങുന്നത് വളരെ സംതൃപ്തിയോടെയും ശാന്തതയോടെയും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്രയോ പേരാണ് തീർത്ഥാടനത്തിൽ വന്ന് ശാന്തത തേടി സമാധാനം തേടി തിരിച്ചു പോകുന്നത്. നമ്മുടെ തീർത്ഥാടന ദേവാലയങ്ങളിൽ സ്വാഗതം ചെയ്യുന്നതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കാം എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ദയവായി ഇത് മറക്കരുതേ എന്നും അവിടുന്ന് പറഞ്ഞു. തീർത്ഥാടകരെ നന്നായി സ്വാഗതം ചെയ്യണം. അങ്ങനെ വേണം
നാം ചെയ്യാൻ, അതേസമയം തീർത്ഥാടകർ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ദേവാലയം വിടുന്ന നിമിഷത്തിൽ അത്രത്തോളം അജപാലനപരമായ പരിചരണം അവർക്ക് നൽകണം. അപ്പോൾ എന്തൊരു ശ്രദ്ധ കൊടുക്കണമെന്നാണ് മാർപ്പാപ്പ പറയുന്നതെന്ന് നോക്കിക്കേ. അവർ വാക്കുകളും പ്രത്യാശയുടെ അടയാളങ്ങളും സ്വീകരിക്കും. നമ്മുടെ വാക്കുകൾ, അവർ നടത്തിയ തീർത്ഥാടനം, അതിൻ്റെ പൂർണ്ണ അർത്ഥം അവർക്ക് നേടിയെടുക്കാനും കഴിയും. മാർപ്പാപ്പ പ്രത്യേകിച്ച് പറയുന്നു, 2025 നമുക്ക് മഹാജൂബിലി വർഷമാണ്. കർത്താവിൻ്റെ പിറവിയുടെ 2025 വർഷമാണ്. പ്രാർത്ഥനയ്ക്കായാണ് ഈ കൊല്ലം 2024 സഭ അല്ലെ മാർപ്പാപ്പ നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് പറയാം. പ്രാർത്ഥനയുടെ കേന്ദ്രസ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ മാർപ്പാപ്പ ഉടനെ തന്നെ നൽകുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് പഠിക്കണമെന്നും മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ലാളിത്യത്തോടെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനനുസൃതമായ പ്രാർത്ഥന ഉത്തേജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സ്ത്രീ പുരുഷന്മാരായിരിക്കുന്നതിൻ്റെ ആനന്ദം നമുക്ക് എല്ലാ ദിവസവും പുതുക്കാൻ കഴിയണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന തത്തയെപ്പോലെ എന്തെങ്കിലും ചൊല്ലി തീർക്കുന്നതല്ല, ആവർത്തിക്കുന്നതല്ല. നമുക്ക് വേണ്ടത് ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ നിന്നും വരുന്നവയായിരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. നിങ്ങൾ തീർത്ഥാടന ദേവാലയത്തിലുള്ളവർ നിങ്ങളുടെ സ്വഭാവ വിശേഷമായ ആത്മീയതയിലൂടെ ഇത് അവർക്ക് പ്രദാനം ചെയ്യണമെന്നും നമ്മോട് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കാലത്ത് പോലും കർത്താവ് അത്ഭുതങ്ങൾ നിറവേറ്റും. അവിടുത്തേക്ക് സ്തുതികൾ അർപ്പിക്കാം, നന്ദികൾ അർപ്പിക്കാം. അതിന് പറ്റിയ ഒന്നാം തരം കാര്യമാണ് തീർത്ഥാടനം. അപ്പോൾ ജൂബിലി വർഷം തീർത്ഥാടനത്തിൻ്റെ ഒരു വർഷമാണ്. അതിനൊരുക്കമായ ഈ കാലഘട്ടവും തീർത്ഥാടനത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ഇടയാകട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം.